വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് കേൾക്കുന്ന സംഭവമാണ് ഈ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് യുദ്ധത്തിനുള്ളതാണ്, യുദ്ധമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല ചാനലുകാരും പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇത് സംഭവം പേടിക്കാനുള്ള കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതായത് ഇത് ജസ്റ്റ് അതായത് 2025 മെയ് 7-ാം തീയതി, അതായത് ഒരു ചെറിയ 4 മണിന്റെ ടൈമിൽ ഒരു സാരം കേൾക്കും. അപ്പോൾ ഇതാണ് മോക്ക് ഡ്രില്ലിൻ്റെ സൗണ്ട്. ഇങ്ങനെ കറണ്ട് സൗണ്ട് കേൾക്കുക. ഇത് കേട്ട ഉടനെ തന്നെ എന്താ പറയുക, നിങ്ങൾ ഇന്നല്ല ഞാൻ പറഞ്ഞത്, ഇതിന് പറഞ്ഞാണ്, നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കയറി നിൽക്കുക. പിന്നെ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഈ സൗണ്ട് കേട്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ശബ്ദം കേൾക്കും. അപ്പോൾ ഇത് കേട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇത്ര വലിയ ജാഗ്രത പുലർത്താനൊന്നുമില്ല. പല ചാനലുകാരും പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് അവിടെ എല്ലാവരും ലൈറ്റ് ഒന്നും ഇട്ട് വെക്കാൻ പാടില്ല, ലൈറ്റ് നോക്കിയിട്ടാണ് അവർ വീട് ആക്രമിക്കുക. പക്ഷെ അങ്ങനൊന്നും പേടിക്കാനുള്ള സംഭവം ഇന്നില്ല. അതായത് ഇന്ന് ഈ മെയ് 7-ാം തീയതി ഇങ്ങനൊരു സംഭവമേ ഇല്ല. പല ചാനൽ ഞാൻ കണ്ടു, ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കാൻ പാടില്ല, രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ഈ ശബ്ദം കേട്ടതിന് ശേഷം ആരും പുറത്തേക്ക് ഇറങ്ങിയത്. അത് ശരിയാണ്, ഈ ശബ്ദം കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പക്ഷെ അത് ഇന്നല്ല, അത് ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഈ 7-ാം തീയതിക്ക് ശേഷം ഏതെങ്കിലും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സൈറൻ്റെ ഒച്ച കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അലേർട്ടായി നിൽക്കണം എന്നാണ്. സൈറൻ്റെ ഒച്ച കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ വീടിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കേൾക്കുക. ഇതാ നിങ്ങൾ കേട്ടില്ലേ, ഇത് ഈ ശബ്ദാകാരം സൈറനായിട്ട് ഒച്ച ഉണ്ടാവുക. അപ്പോൾ ഇത് ആരും അങ്ങനെ ജാഗ്രത പുലർത്താൻ പറഞ്ഞാൽ ഇന്ന് ജാഗ്രത പുലർത്താനായിട്ടൊന്നുമില്ല. അതായത് 4 മണിൻ്റെ ശേഷം. പിന്നെ നമ്മുടെ കേരളത്തിലൊന്നും യുദ്ധം വരില്ല എന്ന് ആരും വിചാരിക്കണ്ട. കാരണം അതായത് 1970 ഇതേമാതിരി ഒരു യുദ്ധം ഉണ്ടായിരുന്നു, ഇന്ത്യ പാക് തമ്മിൽ. പലർക്കും അറിയാവുന്ന സംഭവം. കാരണം അന്ന് ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഇന്ത്യൻ്റെ ഒരു കപ്പലിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാന് ഇന്ത്യയെ ചുറ്റി വളഞ്ഞു വന്നതിന് ശേഷം ആക്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം ഇത്ര സേഫ് ആണെന്നൊന്നും പറയാൻ കഴിയില്ല. പലരും വിചാരിക്കണ്ടാവും കാശ്മീരിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് എത്ര ദൂരമുണ്ട്, യുദ്ധം വരുമോ, അങ്ങനെയൊന്നും വിചാരിക്കാനില്ല. കാരണം കേരളത്തിക്കും വന്നുകൂടായില്ല. പിന്നെ പലരും കരുതും ടെക്നോളജി വളർന്നില്ല, കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നൊക്കെ. പക്ഷെ നമ്മളുടെ ഇന്ത്യക്ക് വളർന്ന അതേ രീതിയിൽ തന്നെ മറ്റു രാജ്യങ്ങൾക്കും ടെക്നോളജി വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ടെക്നോളജി ആണ് അതുവാണെന്ന് പറയാനില്ല. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു രാജ്യം അതിന് കര കയറി അറിയുമ്പോൾ തന്നെ നിസ്സാര സംഭവമല്ല. കാരണം ഒരു മിസൈൽ തന്നെ വരും, 1 കോടി 2 കോടിൻ്റെ അടുത്തൊക്കെ വരും. അങ്ങനെ ഡെയിലി ഒരു 10 എണ്ണം വിട്ടാൽ തന്നെ അതൊരു 20 കോടിൻ്റെ അടുത്തായി. അപ്പോൾ അങ്ങനെ ഓരോ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ സമ്പത്ത്